ഓക്കെ, പോർത്തുഗലിൽ ലീഡ് നേടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പോർത്തുഗലിന്റെ 9ാം റൗണ്ടിൽ സ്വരാജ് ലീഡ് നേടി. ആ ലീഡ് നേടിയത് കൊണ്ടാണ് ഷൗക്കത്തിന്റെ ലീഡ് ഇപ്പോൾ ആകെയുള്ള ലീഡിൽ ഒരു കുറവ് വന്നിട്ടുള്ളത്. പോർത്തുഗലിൽ ലീഡ്, ആ പഞ്ചായത്തിൽ ലീഡ് കിട്ടിയിട്ടുണ്ട്. പൊതുവിൽ നോക്കിയാൽ 8ാം റൗണ്ടിൽ പക്ഷേ UDF-നാണ് ലീഡ്. 9ാം റൗണ്ടിൽ വന്നപ്പോൾ ലീഡ് നേടിയിട്ടുണ്ട്. സ്വാലിഹിനെ മറ്റും നമുക്ക് അതിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. ഏകദേശം 150 വോട്ടുകളുടെ ലീഡ് മാത്രമാണ്. അത് നാമമാത്രമായ ലീഡ് മാത്രമാണ്. കഴിഞ്ഞ തവണ കിട്ടി അത്രയും പോലും നിലവിൽ കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് അപ്പോൾ 150 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ആ പഞ്ചായത്തിൽ നേടാനായത് എന്നുള്ളത് കൂടിയുണ്ട്. അത് LDF-നെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്നത് കൂടിയാണ്. അത് ഏതാണ്ട് നിലമ്പൂരിന്റെ ഈ മത്സര ചിത്രത്തെ കണക്കുകൾ വെച്ച് കുറെ കൂടി ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. UDF ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസത്തിലാണ്, ഒരു വിജയത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. പക്ഷെ വീണ്ടും ലീഡ് ഉയരുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ മാറ്റം വന്നിരിക്കുകയാണ്. 8ാം റൗണ്ടിൽ അവർ ലീഡ് പിടിച്ചിരിക്കുകയാണ്. അത് വീണ്ടും കയറിയിരിക്കുകയാണ്. അവർ അതിലേക്ക് കാര്യങ്ങൾ ഏകദേശം പോകുന്നു. ഏതാണ്ട് 5400-ലേക്ക് ഒന്ന് താന്നതായിരുന്നു. 5958-ലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ 10ാം റൗണ്ട്. സ്വാലിഹ് 9 റൗണ്ടിന്റെ വിവരങ്ങൾ അടക്കം വരുമ്പോഴാണോ പോർത്തുഗലിൽ ആ പഞ്ചായത്തിൽ LDF-ന് 150 വോട്ടിന്റെ ലീഡ്? 9ാം റൗണ്ടിലെ റിസൾട്ട് കൂടി വരുമ്പോൾ LDF പോർത്തുഗലിലെ പഞ്ചായത്തിൽ ലീഡ് വരുന്നത്. 146 വോട്ടിന്റെ ലീഡാണ് ഉള്ളത്. പോർത്തുഗലിലെ പഞ്ചായത്തിലെ 2 വാർഡുകൾ കൂടി ഉണ്ടാകും. 10ാം റൗണ്ടിൽ കൂടി 2 ബൂത്തുകളിലെ വോട്ട് കൂടി എണ്ണാനുണ്ട്. ഓക്കെ, 8ാം റൗണ്ടാണ് യഥാർത്ഥത്തിൽ LDF വിചാരിച്ചതുപോലെ നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോയതല്ലേ? അതെ, പക്ഷേ 9ാം റൗണ്ടിൽ നല്ല മേൽക്കൈ LDF ലഭിച്ചിട്ടുണ്ട്. അതെ, പോർത്തുഗലിൽ 8ാം റൗണ്ട് കൂടി LDF പ്രതീക്ഷിച്ച പോലെ വന്നിരുന്നെങ്കിൽ പോർത്തുഗലിലെ ലീഡ് കൂടുമായിരുന്നു. അൻവർ പോർത്തുഗലിൽ പിടിച്ച വോട്ട് എത്ര? കണക്ക്, ഒഫീഷ്യൽ കണക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് 6ാം റൗണ്ട് വരെയാണ് ഇപ്പോൾ അൻവറിന്റെ വോട്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളൂ. മറ്റത് അനൗദ്യോഗികമായിട്ടോ സ്വാലിഹ, അനൗദ്യോഗികമായി 10,000 കടന്നുള്ള ഒരു വോട്ട് നിലയാണോ അൻവറിനെ സംബന്ധിച്ച്? അൻവർ ഏതാണ്ട് എല്ലാ റൗണ്ടിലും 1000 വോട്ടിനടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇതുവരെ 10,000 വോട്ടിന് മുകളിൽ കടന്നിട്ടുണ്ട് അൻവർ. അതെ, ഒരു 1000-ൽ പരം വോട്ട് എന്നുള്ളതാണ് കടന്നു പോകുന്ന ഓരോ റൗണ്ടിലും ഓരോ പ്രദേശത്ത് നിന്നും പിടിച്ചിട്ടുള്ളത്. അല്ലെ, പോർത്തുഗലിലും സമാനമായ ഒരു 1000 വോട്ട് അൻവർ പിടിച്ചത് LDF-നെ ബാധിച്ചിട്ടുണ്ടാകാമെന്നാണോ? ഇല്ല, പോർത്തുഗലിലും എല്ലാത്തും അൻവർ പിടിച്ചതിൽ UDF വോട്ടുകളിലാണ് കുറവ്. വഴിക്കടവിലും മുത്തേടത്തും ഒക്കെ നമ്മൾ കണ്ടു. അത് തന്നെയാണ് പോർത്തുഗലിലും സമാന സാഹചര്യം തന്നെയാണ്. UDF പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം LDF-ന് കുറച്ച് മേൽക്കൈയുള്ള മുണ്ടേരി ഭാഗങ്ങളിൽ UDF-ന് ലീഡുണ്ട്. പക്ഷെ ഇവിടെ അൻവർ എത്ര പിടിച്ചു എന്നത് ഇപ്പോഴും ആ കണക്കുകൾ നമുക്ക് ലഭ്യമാവുന്നതേ ഉള്ളൂ. റൈറ്റ്, അതുകൊണ്ടാണ് നാമമാത്രമായി 8ാം റൗണ്ടിൽ കൂടി പോർത്തുഗലിൽ LDF-ന് ഈ പറഞ്ഞതുപോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ലീഡ്, പോർത്തുഗലിലെ ഇപ്പോഴത്തെ ഈ നാമമാത്രമായ 150-ൽ താഴെ വോട്ടിൻ്റെ ലീഡ് എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പോർത്തുഗലിൽ വ്യത്യസ്തമായ ഒരു ചിത്രം നൽകാനാകുമായിരുന്നു. 8ാം റൗണ്ടാണ് LDF-നെ അവിടെ നിരാശപ്പെടുത്തിയത് പോർത്തുഗലിൽ, അല്ലേ? LDF-നെ തീർച്ചയായും LDF-ന് ഇപ്പോഴും നിരാശയില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി എണ്ണാൻ പോകുന്ന 2 പഞ്ചായത്തുകളാണ് അമരമ്പലം. അതുപോലെ തന്നെ അമരമ്പലവും അതോടൊപ്പം തന്നെ നഗരസഭ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ. ഇവിടെ ഏതായാലും ഒരു 4000 വോട്ട് LDF-ന് ലീഡ് കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. നഗരസഭ ഒപ്പം കരുളായി പഞ്ചായത്ത്. ഇതിനകത്ത് നിലവിൽ LDF കണക്ക് കൂട്ടിയതുപോലെ തന്നെയാണ് പോകുന്നത്. പക്ഷെ പോർത്തുഗലിൽ ഒരു പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഒരു നാമമാത്ര ലീഡ് മാത്രമാണ് ഇപ്പോഴുള്ളത്. പോർത്തുഗലിനെ സംബന്ധിച്ച് LDF-ന്റെ ഒരു കണക്കൂട്ടൽ എന്തായിരുന്നു? വലിയ ലീഡ്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന വഴിക്കടവ് അതോടൊപ്പം തന്നെ എടക്കര പഞ്ചായത്തുകളിൽ കിട്ടിയ UDF-ന്റെ ലീഡ് മറികടക്കാൻ പോർത്തുഗലിലെ ഭൂരിപക്ഷം കൊണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതായത് ഏതാണ്ട് ഒരു 3000 വോട്ടിന്റെ ലീഡ് വരേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ബാലൻസിങ് വരേണ്ടതാണ്. ലീഡല്ല, ഒരു മേൽക്കൈ വരേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അതാണ് ഈ പറഞ്ഞതുപോലെ 8-9 റൗണ്ടുകൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ സ്വാലിഹ് സൂചിപ്പിച്ചതുപോലെ 9ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ പോർത്തുഗലിൽ വളരെ ചെറിയൊരു ലീഡ് LDF-ന് നേടാനായി എങ്കിലും LDF കണക്കൂട്ടിയ നിലയിലൊന്നും ആ ലീഡ് വന്നിട്ടില്ല. ആ നിലയിൽ ഒരു ലീഡ് വന്നാൽ മാത്രമേ മുമ്പ് നമ്മൾ സംസാരിച്ച വഴിക്കടവ്, മൂത്തേടം,
അതുപോലെ തന്നെ എടക്കര 3 പഞ്ചായത്തിലൂടെ UDF നേടിയ ഈ ലീഡിനെ നേരിടാൻ കഴിയുമായിരുന്നുള്ളൂ. ആ നിലയിൽ പോത്തുകല്ല് നിരാശപ്പെടുത്തിയിട്ടുണ്ട് LDF-നെ. അത് വളരെ ഗൗരവമുള്ളത് കൂടിയാണ്. കാരണം അതിലൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ വഴിക്കടവ് മുതൽ ഇങ്ങോട്ട് കാണുന്ന ഒരു കാര്യം, മുമ്പ് പറഞ്ഞ പോലെ വലിയ ഒരു ലീഡിലേക്ക് UDF പ്രതീക്ഷിച്ച പോലെ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ UDF-ന് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വഴിക്കടവും മൂത്തേടവും എടക്കരയും അതോടൊപ്പം പോത്തുകല്ലും കൈവിട്ടിട്ടില്ല എന്ന് ഇല്ല. നിശ്ചയമായി ഒരു 146 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോഴും പോത്തുകല്ലും മാത്രമല്ല, പോത്തുകല്ലിന്റെ 8ാം റൗണ്ട് UDF-ന് വലിയ നേട്ടവുമായി 800-ൽ പരം വോട്ടിന്റെ ലീഡ് കിട്ടുകയും ചെയ്തു. 9ാം റൗണ്ടിലെ മികച്ച പ്രകടനം കൊണ്ടാണ് ഒരു 150 വോട്ടിന്റെ 150-ൽ പരം വോട്ടിന്റെ അല്ലെങ്കിൽ 146 വോട്ടിന്റെ ഒരു ലീഡ് 9ാം റൗണ്ടിൽ മാത്രം LDF-ന് നേടാനായത്.